ഹലോ ഗായ്സ്, ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചേക്കാ. വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്ന് എയറിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ആയത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്കുക. അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ട് ഞാൻ പറയാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലോ, ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്ത്. അതിൻ്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിൻ്റെ പോരായികകൾ തീർക്കൽ ആ വ്യക്തിയുടെ, ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ലൈക്ക് എ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസല്ല എന്ന് പറയാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഒരു വ്യക്തികളോട് പോയിട്ട് പോലും ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു, സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി. ദാറ്റ്സ് വൈ ഐ എം സെയിങ്. ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിരുന്നു. സോ 2-3 പാട്ടുകൾ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കും. See you guys. Thank you so much for the support. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഡബ്സി മാർക്കോ വിഷയം. മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും പുതിയ സിനിമയിലെ ബ്ലഡ് എന്ന് പറയുന്ന ഒരു സോങ് ഡബ്സി പാടുകയും അത് പിന്നീട് യൂട്യൂബിൽ റിലീസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആ പാട്ട് യൂട്യൂബിൽ നിന്നും അവർ തന്നെ, സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ റിമൂവ് ചെയ്യുകയും അതിനുശേഷം മറ്റൊരു ഗായകനെ വെച്ച് ആ പാട്ട് പാടുകയും റീ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിനെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ളൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിവാദവുമായി ബന്ധപ്പെട്ട് ഡബ്സി തന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ടിന് ആവശ്യമായിട്ടുള്ള പൈസ പുള്ളിക്കാരന് കിട്ടി, അതുകൊണ്ട് തന്നെയാണ് പാടിക്കൊടുത്തത്. അതിനുശേഷം എന്ത് നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ആ വോയിസ് ക്ലിപ്പാണ് നമ്മളിപ്പോൾ കേട്ടത്. പുള്ളിക്കാരൻ ഇങ്ങനെ പറയുമെങ്കിലും പുള്ളിക്കാരനെ പോലെ ഒരു ഗായകൻ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ഇതുപോലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സോങ് പിൻവലിക്കുന്ന അവസ്ഥ പുള്ളിക്കാരൻ്റെ കരിയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ എന്നുള്ളൊരു സംശയം എല്ലാവർക്കുമുണ്ട്. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.